الحمد لله الواحد القهار والعزيز الجبار مكبر الليل على النهار تذكرة لأولي الأبصار نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إنه من سليمان وإنه بسم الله الرحمن الرحيم ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകത്തിൻ്റെ സൃഷ്ടാവും പരമകാരുണ്യവാനും കരുണാനിധിയുമായ റബ്ബുൽ ആലമീൻ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് മനുഷ്യർക്കാകമാനം സമാധാനത്തിന് വേണ്ടി അവൻ നൽകിയിട്ടുള്ള ഇസ്ലാമിൻ്റെ പൂർണ്ണമായ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിതത്തെ നാം ഓരോരുത്തരും അർഹിക്കുന്ന ഗൗരവത്തോടെ സ്വീകരിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏറ്റവും ശരിയായ രൂപത്തിൽ തഖ്വയുള്ളവരായി ജീവിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ്റെ നാവിലും അവൻ്റെ ഹൃദയത്തിലും എപ്പോഴും ഉണ്ടായിരിക്കേണ്ട അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ ഒരു വചനത്തെക്കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള, നമുക്കൊക്കെ ചെറിയ നാൾ മുതൽ ഉച്ചരിച്ചു പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരു വാക്ക്, ആ ഒരു വാചകം, അതിൻ്റെ ശക്തിയും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പൊരുളും നമ്മൾ തിരിച്ചറിയണമെന്നത് വളരെ ആവശ്യമാണ്. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും അത് പറയുന്നവർ അതിൻ്റെ കാര്യത്തെ ശരിയാവണ്ണം അറിയാത്തവരുണ്ട്. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ബിസ്മി പറയേണ്ടിടത്ത് പറയാതെ പോകുന്ന ആളുകളുണ്ട്. അതിനെക്കുറിച്ച്, അതിൻ്റെ ഫضലുകളെക്കുറിച്ച് ഒന്നും അറിയാത്തവരും ഈ സദസ്സിലുണ്ടാകും. എല്ലാവർക്കും അതിൽ നിന്ന് പഠിക്കാനുള്ള ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. മഹാരഥന്മാരായ ഉലമാക്കന്മാർ, പണ്ഡിതന്മാർ പറയാറുണ്ട്, എന്തിനാണ് ഒരു മനുഷ്യൻ ബിസ്മി ചൊല്ലുന്നത്? അതിന് ഏറ്റവും ലളിതമായി ഉലമാക്കന്മാർ പറയാറുണ്ട്, മുസ്തഈനം ബില്ലാഹ്, അവൻ ആ വാക്കുച്ചരിക്കുന്നതോടെ അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയാണ്. ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ അതൊരു അള്ളാഹുവിനോടുള്ള സഹായതേട്ടമാണ്. വമുൽതമിസൽ ബറകതി, ചെയ്യുന്ന പ്രവർത്തനത്തിൽ അള്ളാഹുവിനോട് ബറക്കത്തിനെ ചോദിക്കലാണ്. അതിലത് പെട്ടു എന്നാണ് അതിനർത്ഥം എന്നർത്ഥം. അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ വഹിയുമായി, സന്ദേശവുമായി, പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ വാചകങ്ങളുമായി വന്നപ്പോൾ അതിന് തുടക്കം കുറിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കൊടുത്തത് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. പ്രവാചകരെ, നിങ്ങൾ വായിക്കുക, അല്ലാഹുവിന്റെ നാമത്തിലായി, നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിന്റെ നാമത്തിൽ വായിക്കുക. പല വിശദീകരണങ്ങൾ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഉലമാക്കന്മാർ പറയുന്നുണ്ട്, ഒരാൾ ബിസ്മി ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ്, അതുമായി അതിൻ്റെ മതവിധികൾ എന്തൊക്കെയാണ് ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൻ്റെ ഗുണഫലങ്ങൾ അത് വിശദീകരിക്കുമ്പോൾ ഉലമാക്കന്മാരിൽ പ്രമുഖനായ അല്ലാമ ഇബ്നു ബത്വാൽ റഹിമഹുല്ലാഹ് ഹിജ്റ 449 വഫാത്തായ സ്വഹീഹുൽ ബുഖാരിക്ക് ശറഹ് എഴുതിയിട്ടുള്ള മഹാപണ്ഡിതൻ പറയാണ്, അന്ന തസ്മിയ ഇൻദ ഇബ്തിദാഇ കുല്ല അമൽ, എന്തൊരു കാര്യത്തിന്റെയും തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക എന്നത്
കുല്ലി അമലിൻ മുസ്തഹബ്ബാവന് സുന്നത്തുള്ള കാര്യമാണ്, നല്ലതാണ്. തബറുകം ബിഹാ വസ്തിശാറൻ, അതിൽ നിന്ന് ആ പ്രവർത്തനത്തിൽ അള്ളാഹുവിനോട് ബറക്കത്തിനെ ചോദിക്കലാണ്. അള്ളാഹു തആലയാണ് ഹുവൽ മുയസ്സറു ലിദാലികൽ അമൽ, ആ ബിസ്മി ചൊല്ലി ചെയ്യുന്ന പ്രവർത്തനത്തിൽ എനിക്ക് എളുപ്പമാക്കി തരുന്നത് അള്ളയാണ് എന്ന ബോധമുണ്ട്. വൽ മുഈനു അലൈഹി, എന്നെ ഈ പ്രവർത്തനത്തിൽ സഹായിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ് എന്ന ആ ചിന്തയോടെയാണ് ആ ബിസ്മി ചൊല്ലുന്നതിൽ നമുക്ക് സുന്നത്തുള്ളത്. വളരെ ലളിതമായി, ചുണ്ടുകൾ പോലും വലിയ ഭാരമില്ലാത്ത രൂപത്തിൽ ഏതൊരാൾക്കും ഉച്ചരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അല്ലാഹു തആല ബിസ്മില്ലയെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇമാം അൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ലി അന്നൽ ഇസ്തിഅമാൽ ഇന്നമാ കസറ ഫീഹി, ജനങ്ങൾക്കിടയിൽ അധികമായി ധാരാളമായി അത് ഉപയോഗിക്കാനുള്ളത് കൊണ്ട് തന്നെ അല്ലാഹ് വളരെ ലളിതമാക്കിയാണ് ആ പദത്തെ കൊടുത്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വല്ല പ്രധാനപ്പെട്ട കത്തുകൾ എഴുതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതും. ഒരു കരാർ എഴുതിയുണ്ടാക്കുമ്പോ കരാറിന്റെ തുടക്കത്തിൽ അത് ആ നാമം അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി ചേർക്കാറുണ്ടായിരുന്നു. ഒരു നാട്ടിലേക്ക് കത്ത് പ്രമുഖരായ ആളുകൾക്ക് എഴുതി വിടുമ്പോഴും ഔദ്യോഗികമായ അറിയിപ്പ് കൊടുക്കുമ്പോഴും ഔദ്യോഗികമായ സന്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് കത്തുകളായിരുന്നു. എങ്കിൽ അതിന്റെ മേൽഭാഗത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന, ബിസ്മിയും ഹംദും സ്വലാത്തും പറഞ്ഞ് തുടങ്ങുന്ന പല സംസാരങ്ങളും അവിടുന്ന് നമുക്ക് കാണാൻ കഴിയുന്ന രേഖകളിലുണ്ട്. വിശുദ്ധ ഖുർആനിലെ തൗബ എന്ന അധ്യായം ഒഴിച്ച് മറ്റെല്ലാ അധ്യായത്തുകളുടെയും തുടക്കത്തിൽ ഓതുന്നവർ ബിസ്മി ഓതുക എന്നത് രേഖപ്പെടുത്തപ്പെട്ടതാണ്. മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ധാരാളം സവിശേഷതകളുണ്ട്, ധാരാളം മുഅ്ജിസാത്തുകൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഉറമ്പുകളോട് സംസാരിച്ച ചരിത്രമുണ്ട്. ഒരു രാജാവിന്റെ പദവിയിലിരുന്ന പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ബൽക്കീസ് രാജ്ഞിക്കൊരു കത്തെഴുതുകയാണ്. ഇസ്ലാമുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില സന്ദേശങ്ങൾ എഴുതി പിടിപ്പിക്കുന്ന ആ കത്തിന്റെ ഉള്ളടക്കം അല്ലാഹുവിന്റെ ഖുർആനിനകത്ത് കൊടുത്തിരിക്കുക. സൂറത്തുൻ നംലിന്റെ 30-ാമത്തെ ആയത്ത്, ഇന്നഹു മിൻ സുലൈമാൻ, ഇത് സുലൈമാനിൽ നിന്നുള്ള കത്താണ്. വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി എഴുതിയിട്ടാണ് കത്ത് പോണത്. എത്രക്ക് സവിശേഷത! നബി തങ്ങളുടെ കാലഘട്ടത്തിന് മുമ്പ് തന്നെയും ഇത് നടപ്പിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, കുല്ലു അംരിൻ ദീ ബഹാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ട് ആരംഭിക്കാത്ത പ്രാധാന്യമുള്ള ഏതൊരു കാര്യവും വഹാലറ്റതായിരിക്കും. അതിൽ ബർക്കത്ത് ഉണ്ടാവില്ല, അത് മികച്ചു നിൽക്കില്ല. നമ്മൾ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയൊക്കെ അല്ലെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ അതിലൊക്കെ ഈ ഒരു കാര്യമാണ്. ബറക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് പലതും കെട്ടിത്തൂക്കുന്നു. നമ്മുടെ അങ്ങാടിയിലെ പല കടകളുടെയും പ്രധാനപ്പെട്ട ബറക്കത്ത് എന്താ? ഒരു വലിയ ശിലാഫലകം കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ ആരൊക്കെയോ കുറിപ്പ് എഴുതി കൊടുത്ത കുറെ സംഖ്യകളും കുറെ ചിത്രങ്ങളും കുറെ എന്തൊക്കെയോ എഴുത്തുകുത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കടയിൽ ബറക്കത്തുണ്ടാകുമെന്ന് വിചാരിക്കുന്ന തികഞ്ഞ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ ഇസ്ലാം പഠിപ്പിക്കുന്ന സത്വം വേറെയാണ്. ബിസ്മി കൊണ്ട് കട തുറക്കാൻ കഴിയണം, ബിസ്മി കൊണ്ട് കച്ചവടം തുടങ്ങാൻ കഴിയണം, ബിസ്മി കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയണം. അതില്ലാത്തവന്റെ ആ പ്രവർത്തനത്തിൽ വാലറ്റതായിരിക്കും, ബർക്കത്തില്ലാത്തതായിരിക്കും. പണ്ഡിതന്മാർ ധാരാളം വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ബിസ്മില്ലാ എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ തഫ്സീർ എഴുതിയപ്പോൾ പറഞ്ഞു, തസ്മിയത്തുല്ലാഹി തആല, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് മശ്റൂഅത്തൻ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഫീ കുല്ലി അമലിൻ, ഏത് കർമ്മം ചെയ്താലും വ ഖൗലിൻ, ഏത് പ്രവർത്തനത്തിലായാലും അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക എന്നത് ശരീഅത്തിലെ നിയമമാണ്. അത് ഉളുഹിയ്യത്തിലുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോണ്ട്, ഉറങ്ങുമ്പോണ്ട്, എവിടെയില്ലാത്ത.
അല്ലാമ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ബിസ്മി ചൊല്ലുന്ന മനുഷ്യന്റെ പേടിയെല്ലാം മാറിക്കിട്ടും, ഭയം നീങ്ങിക്കിട്ടും. പേടിച്ചുകൊണ്ടുണ്ടാകുന്ന ഒരു സംഭവമാണെങ്കിൽ ആ ബിസ്മി കൊണ്ടത് മാറിക്കിട്ടുന്നതാണ്. വലിയ ആശ്വാസം ലഭിക്കുന്ന വാക്കുകളാണ്. ഒട്ടനേകം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഹദീസുകൾ, ആയിരക്കണക്കിന് ഹദീസുകൾ എഴുതി പിടിപ്പിച്ച പണ്ഡിതന്മാർ ബിസ്മിയുമായി ബന്ധപ്പെട്ട ഫضലുകൾ പറഞ്ഞ എത്രയെത്ര പ്രാർത്ഥനകൾ നമ്മളെ പഠിപ്പിച്ചു, എത്രയെത്ര ഹദീസുകൾ പഠിപ്പിച്ചു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഇന്ന് നമുക്ക് പറ്റിയിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും ശീലമാക്കിയിട്ടുണ്ടോ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതൊരു വല്ലാത്ത തവക്കുലാണ്. ആ വാക്കിന് വല്ലാത്തൊരു ശക്തിയുണ്ട്. അത് നമ്മൾ ശീലമാക്കിയിട്ടുണ്ടാവണം. ഇനി തിരിച്ചു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും നമ്മളോട് പറഞ്ഞ മര്യാദയാണ് ബിസ്മില്ലാഹി വലജ്നാ വ ബിസ്മില്ലാഹി ഖറജ്നാ വ അലല്ലാഹി റബ്ബിനാ തവക്കൽനാ. ഇത് പ്രാർത്ഥിച്ച് വീട്ടുകാരോട് സലാം പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് കയറുന്നത്. നമ്മുടെ വീടായാലും ബന്ധുവിന്റെ വീടായിരുന്നാലും വീട്ടിലേക്ക് കയറുന്നതിന് മര്യാദ. രാത്രിയായി കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെയ്യാറുള്ളതാണ് എന്ത്? വാതിലടക്കും, ജനലുകൾ അടക്കും, പാത്രം മൂടിവെക്കും, ഗ്യാസ് ഓഫാക്കും, ലൈറ്റ് ഓഫാക്കും. എന്നാൽ ഹദീസിൽ പറഞ്ഞു പാത്രങ്ങൾ മൂടിവെക്കണം, തോൽപാത്രങ്ങൾ അടച്ചു വെക്കണം, വാതിലുകൾ അടച്ചു വെക്കണം, വിളക്കുകളെല്ലാം കെടുത്തി വെക്കണം. അതൊക്കെ ചെയ്യുമ്പോ അള്ളാന്റെ നാമം ഉച്ചരിക്കണം. അന്ധവിശ്വാസ അല്ല, ഹദീസ്. ബിസ്മില്ല കൊണ്ടത് ചെയ്യാൻ കഴിയണം. അത് കാവലാണ് ആ വീട്ടിൽ ആ പ്രവർത്തനങ്ങൾക്കും എന്ന് മാത്രമല്ല, ശൈത്വാനിന്റെ ശർറുകൾക്കുള്ള വഴിയാണ്. അവന് തുറക്കാൻ കഴിയാത്തതാണ് ബിസ്മില്ല കൊണ്ട് ആരംഭിച്ച പ്രവർത്തനങ്ങൾ. അവൻ ഓടുകയല്ലാതെ വേറെ മാർഗമില്ല. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള റിസ്ക്, ഭക്ഷണം, എത്രയെത്ര കുഞ്ഞുനാൾ മുതൽ നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, മദ്രസകളിൽ പഠിച്ചതാ. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. ഇന്നങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെ വീട്ടിൽ ചർച്ചയുണ്ടോ? വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന നമുക്കിടയിൽ ഈ ഒരു മര്യാദ നടപ്പിലാക്കണമെന്ന് ചിന്തിക്കാറുണ്ടോ? വീട്ടിനകത്ത് എവിടെയായിരുന്നാലും ഭക്ഷണം കഴിക്കുന്നിടത്ത് ഓർമ്മപ്പെടുത്തലുകൾ വേണമെങ്കിൽ ഒന്നുറക്കെ ബിസ്മില്ല പറയുന്നത് പോലും ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണെങ്കിൽ തെറ്റില്ലെന്നൊരു മാക്കന്മാർ പറയും. അത്ര വരെ അതിന്റെ ആവശ്യകത. ഇദാ അകല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അള്ളാന്റെ നാമം ഉച്ചരിച്ചിട്ട് അത് കഴിക്കണം. അതിനോടുള്ള ശുക്രാണ്, അതിനോടുള്ള നന്ദിയാണ്. ദാമ്പത്യ ജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ള ആശ്വാസ തീരമാണ് ദാമ്പത്യം. എന്തിനാ വിവാഹം കഴിച്ചത്? മനുഷ്യന്റെ ശരീരത്തിന്റെ, മനസ്സിന്റെ ആവശ്യങ്ങളെ പൂർത്തിയാക്കാനാണ് വിവാഹം. അവന്റെ മനസ്സും ശരീരവും റിലാക്സ് ആവാനാണ് വിവാഹം. അവൻ ആശ്വാസം കണ്ടെത്താൻ, അവൻ ആശ്വാസ തീരത്തെത്താനാണ് വിവാഹം. വിവാഹം ഒരു ചൊറയല്ല, വിവാഹം ഒരു ഭാരമല്ല. ആണിനും പെണ്ണിനും ഇസ്ലാം നൽകുന്ന സമ്പൂർണ്ണ സുരക്ഷിത സമാധാന ഭാഗമാണ് ദാമ്പത്യം അനുഭവിക്കുക എന്നത്. അത് വൈകിപ്പിക്കേണ്ടതല്ല. അവിടെ ഇസ്ലാം ആ രംഗത്ത് പോലും പഠിപ്പിക്കുകയാണ്. ഒരാൾ തന്റെ ഇണയുടെ അടുത്തേക്ക് അവളോടൊപ്പം രാത്രിയിൽ പകലിൽ ശയ്യ പ്രാപിക്കുകയാണെങ്കിൽ, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ബിസ്മില്ല കൊണ്ട് അവൻ ആരംഭിക്കട്ടെ. എന്താ നമ്മളും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പഠിക്കണം. മൃഗങ്ങൾ ഇണചേരുന്നുണ്ട്, നമ്മൾ ഇണചേരുന്നുണ്ട്. എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുണ്ട്, നിങ്ങൾ മൃഗങ്ങളെ പോലെ ഇണചേരരുത്. തോന്നുമ്പോ ചാടിക്കയറാനുള്ളതല്ല ദാമ്പത്യം എന്ന് പറയുന്നത്. ശാരീരിക ബന്ധം എന്നൊക്കെ പറഞ്ഞത് ഇത് രണ്ടും മനുഷ്യർ തമ്മിലുള്ളൊരു പ്രത്യേകമായ അവസ്ഥയുണ്ട് ഇതിന്. ഇതങ്ങനെ നിങ്ങൾ മൃഗങ്ങളെ പോലെ രതിയിൽ അനുഭവിക്കാൻ പാടില്ല. ഇതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ടാവണം, അതിനൊരു മര്യാദകൾ ഉണ്ടാവണം, അതിന് ഇണകൾ തമ്മിലുള്ള പാരസ്പര്യ പൂരകമായ ബന്ധം ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഇണയെ രണ്ട് ദൂതന്മാരെ പറഞ്ഞേക്കാതെ നിങ്ങൾ അവളിലേക്ക് ചെല്ലരുത്. ഏതാ രണ്ടാൾക്കാര്? ഒന്ന് സംസാരാണ്. നല്ല മനോഹരമായ നല്ല ഈഴത്തിലെ ഇണയോട് സംസാരിക്കണം. നാട്ടിൽ ഇന്ന് ദാമ്പത്യ ജീവിതത്തിന്റെ വെള്ളിച്ചകളും തൊലാഖിന്റെ ചർച്ചകളും കുടുംബ പ്രശ്നങ്ങളുടെയും അടിത്തറ അവിടുത്തെ മണിയറയിലെ പ്രശ്നങ്ങളാണ്. ഇസ്ലാം പറയാണ് രണ്ട് ദൂതന്മാരെ പറഞ്ഞയക്കണം. ഇതൊക്കെ എന്തിനാ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇത് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാ. സംസാരം ഉണ്ടാവണം,
കുറച്ചു നേരം അവരോടൊപ്പം ഇരുന്ന് സന്തോഷകരമായ കാര്യങ്ങൾ സംസാരിക്കണം. പിന്നീട് രണ്ടാമത്തെ ദൂതനെ പറഞ്ഞയക്കണം. ചുംബനം എന്നാ പഠിപ്പിച്ചത്. ഇതൊക്കെ എന്തിനാ? മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, നിങ്ങൾ കോഴികളെ പോലെ ഇണചേരരുത്. പുരുഷന്മാർ പഠിച്ചു വെക്കണം, ആവശ്യം കഴിഞ്ഞ് തൻ്റെതായ കാര്യങ്ങൾ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നവനല്ലെന്നും തൻ്റെ ഇണക്കും ആവശ്യങ്ങളുണ്ട് എന്ന ബോധ്യം ഒരു പുരുഷൻ പഠിക്കണം, ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇസ്ലാം അവരോട് പറയുന്നുണ്ട്, തെറ്റായ യാതൊരു ലൈംഗിക വൈകൃതങ്ങളും ചെയ്യാൻ പാടില്ല. അവൾക്കിഷ്ടായാലും അവൻകിഷ്ടായാലും ഇസ്ലാം അരുതെന്ന് പറഞ്ഞ ചില മേഖലകളുണ്ട്, അത് നമ്മുടെ കൈകളിൽ ഉണ്ടാകാൻ പാടില്ല. എത്ര ആപത്കരമായ അവസ്ഥകളിലേക്കാണ് പീഡനമായി മാറുകയാണ്. ഇതങ്ങനെ പീഡനമായിട്ടല്ല മാറേണ്ടത്. ഇതൊരു രസകരമായ ആനന്ദമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചത്. അങ്ങനെ ഒരാളുടെ ദാമ്പത്യത്തിൽ 10-ലേറെ ചുരുങ്ങിയ സന്ദേശങ്ങളെങ്കിലും നമുക്ക് ഹദീസ് വായിച്ചാൽ കാണാൻ സാധിക്കും മര്യാദകൾ. അങ്ങനെ പാലിച്ചുകൊണ്ട് ചെയ്യുമ്പോഴും ബിസ്മില്ല കൊണ്ട് ആരംഭിക്കുകയാണെങ്കിൽ അവനിൽ ജനിക്കുന്ന സന്താനത്തിന് ശയാത്തീനുകളുടെ ഷർറിൽ നിന്ന് സുരക്ഷിതത്വമുണ്ടെന്നത് നമ്മുടെ ആരുടെയും വാക്കല്ല, ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ അയാൾ ഒരു ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായും അയാളുടെ ഔറത്തുകൾ തുറന്നു നോക്കുന്ന സമയമാണ്. നമ്മുടെ ടോയ്ലറ്റുകൾ, നമ്മുടെ ശൗചാലയങ്ങൾ, പള്ളികളിൽ, വീടുകളിൽ, അങ്ങാടികളിൽ പ്രിയപ്പെട്ടവരെ, മറ്റൊരാളെ ഔറത്ത് കാണുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. 15 കോടിന്റെ പള്ളിയുണ്ട്, ടോയ്ലറ്റ് കയറിയാല് ബാക്കത്തെ ആള് മുഴുവൻ അയാളുടെ തൊട കാണുമെങ്കിൽ പിന്നെ എന്താണ് അവിടെ സൗകര്യമുള്ളത്? മലമൂത്ര വിസർജനം ചെയ്യുന്നവന്റെ ഔറാത്തുകൾ മറ്റൊരാൾ കാണാതിരിക്കാനുള്ള സേഫ്റ്റി സംവിധാനങ്ങൾ കാണണം. മുൻഭാഗം മാത്രല്ല, ബാക്ക് മക്കതിൽ പെട്ടു. അങ്ങനെ മറച്ചു വെക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എവിടെയെങ്കിലും പോയി നിന്ന് ജനക്കൂട്ടത്തിലും ആൾക്കൂട്ടത്തിലും ആളുകൾ പോകുന്ന വഴിയിലുമൊക്കെ നിന്ന് മൂത്രമൊഴിക്കുന്ന രീതി ഇസ്ലാം പഠിപ്പിക്കൂല. ഇസ്ലാം എന്തൊരു മര്യാദയാണ് ആ വിഷയത്തിൽ പഠിപ്പിച്ചത്. അങ്ങനെ പറഞ്ഞതിൽ അവിടുന്ന് കഴുകാൻ പറഞ്ഞു, വൃത്തിയാക്കാൻ പറഞ്ഞു, മാളങ്ങളിലും ജനങ്ങൾ ഉപയോഗിക്കുന്ന സഞ്ചരിക്കുന്ന വഴിയിലും മൂത്രമൊഴിക്കരുതെന്ന് പറഞ്ഞു. എന്തൊരു സുരക്ഷിതത്വമാണ് മനുഷ്യർക്ക് കൊടുത്തത്. അവിടെ പറഞ്ഞൊരു മര്യാദയാണ്. അവിടെ ഒരു മനുഷ്യൻ തന്റെ ഔറത്തുകൾ കാണിക്കുമ്പോൾ ജിന്നുകൾ പോലും അത്തരം രംഗങ്ങൾ ഒളിഞ്ഞു നോക്കാൻ സാധ്യതയുണ്ട്. അതിന്നൊരാൾ എപ്പോഴാ രക്ഷപ്പെടുന്നത്? ബിസ്മില്ലാ എന്ന് പറഞ്ഞ് ടോയ്ലറ്റ് കയറുന്നതിന്റെ മുമ്പ്, അകത്ത് കയറിയ പിന്നെ പറയാൻ പറ്റൂല, കയറുന്നതിന്റെ മുമ്പ് ബിസ്മില്ല പറഞ്ഞ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് പറഞ്ഞാൽ അവിടെ പിന്നെ മറ്റൊരു ഔറാത്തുകൾക്ക് അവർക്ക് പോലും കാണാൻ കഴിയില്ല എന്ന. രാവിലെയും വൈകുന്നേരവും എത്രയെത്ര പ്രാർത്ഥനകളുണ്ട്. മനുഷ്യന്റെ പെട്ടെന്നുള്ള വിപത്തുകളിൽ നിന്ന് കാവൽ ചോദിച്ചുള്ള പ്രാർത്ഥന. കുന്നോളം കൂടിക്കിടക്കുന്ന മണ്ണിന്റെ കൂമ്പാരങ്ങൾ ഒരു നിമിഷ നേരം കൊണ്ട് ഒലിച്ചിറങ്ങി 7-8 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട് വയനാടിന്റെ മേപ്പാടിയുടെ കള്ളാടിയിൽ നമ്മളിങ്ങനെ ഓരോ വീഡിയോകൾ കാണുമ്പോൾ നമ്മൾ സുരക്ഷിതരാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഒരു ബിൽഡിംഗ്, ഒരു വാഹനം, ഒരു ചെറിയ മലവെള്ളപ്പാച്ചിൽ കൊണ്ട് എത്രയോ പേരുടെ ജീവനുകൾ ഇല്ലാതെയാകാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിവുണ്ടാവണം. കളക്ടർ അവധി പ്രഖ്യാപിക്കുമ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കളിക്കുന്ന രക്ഷിതാക്കളും മക്കളും ഒക്കെ ചിന്തിക്കണം, അതിലെന്തോ ഒരു അപകട സാധ്യത മനസ്സിലാക്കിയിട്ടാണെന്ന ബോധം നമുക്കുണ്ടാവണം, പ്രാർത്ഥനയുണ്ടാവണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, രാവിലെ 3 തവണ ഒരാൾ പ്രാർത്ഥിക്കുക, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. പഠിക്കാത്തവരൊക്കെ കാണാതെ പഠിക്കണം. എന്നും കേട്ടുപോവുക, നല്ല അഭിപ്രായം പറയുക പോരാ, പഠിതാക്കളാവണം. വിശുദ്ധ ഖുർആൻ പഠന ക്ലാസ്സുകളുണ്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുണ്ട്, വിദ്യാർത്ഥികൾക്ക് പഠന ക്ലാസ്സുകളുണ്ട്. നബി തങ്ങൾ പറയാണ്, ഇതൊക്കെ പഠിച്ചാൽ, ഇതൊക്കെ ചൊല്ലിയാൽ, അവൻ രാവിലെ 3 തവണ ഇത് പറഞ്ഞാൽ ഇല്ലാലം യദുറഹു ശൈഉൻ, പെട്ടെന്നുള്ള ദോഷങ്ങൾ അവനെ ബാധിക്കില്ല. അതൊരു അല്ലാഹു തആല വെച്ചൊരു സബബാണ്. വാഹനം ഓടിക്കുന്ന ആൾക്കാരാണ് നമ്മള്. പലതരം വാഹനമുണ്ട് നമ്മുടെ കയ്യില്. ഏത് വാഹനത്തിന്റെയും ബേസിക് മര്യാദയാണ് ബിസ്മില്ല. കേറുമ്പോ ബിസ്മില്ല, അൽഹംദുലില്ലാ, അല്ലെ, ബിസ്മില്ലാ വൽഹംദുലില്ലാ, എന്നിട്ട് 3 തവണ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം.
യാത്ര എവിടെയായിരിക്കും, എങ്ങോട്ടെത്തും, എങ്ങനെ അവസാനിക്കുന്നു പറയാത്ത നമുക്കുള്ളതാണ് ആ സൂചന. പടച്ച റബ്ബിന്റെ നാമം ഉച്ചരിച്ച് തുടങ്ങുക. രാത്രിയിൽ wudu ഉണ്ടാക്കി കിടന്നുറങ്ങുന്ന സമയത്ത് എന്തൊക്കെയോ കേട്ട് അവസാനത്തെ ഫുട്ബോളിന്റെ കമന്റുകളും പറഞ്ഞ് ഗ്രൂപ്പിലുള്ളവരോടൊക്കെ തമാശകൾ ആർത്തുല്ലസിച്ച് ചിരിച്ച് തമാശ പറഞ്ഞ് കൂർക്കം വലിച്ച് കിടങ്ങണമെന്നിറങ്ങുന്ന മനുഷ്യന്മാരെ ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യ എന്ന പ്രാർത്ഥന, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് ഞാൻ മരിക്കുന്നു, ജീവിക്കുന്നു, മര്യാദയാണ്. ബിസ്മി എന്നുള്ളത് പറയാൻ ഒട്ടനേകം സന്ദർഭങ്ങൾ വുളൂഇന്റെ ഘട്ടത്തിലില്ലേ, കുളിക്കുമ്പോഴില്ലേ. ഇതൊക്കെ നമുക്കുള്ളതാണ്. ഓരോരുത്തരും അത് പഠിച്ച് അല്ലെങ്കിൽ അതിന്റെ ശരിക്കുള്ള രൂപങ്ങളും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സുന്നത്തുകളും ഒക്കെ ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയേണ്ടവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആനിന്റെ ആ ഒരു ആയത്ത് ശരിക്കും ഉലമാക്കന്മാര് പറയാറുണ്ട്, അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ബിസ്മി മുഴുവനായിട്ട് ഓതണം. എഴുത്തിടപാടുകൾ, കരാറിടപാടുകൾ നടത്തുമ്പോൾ ബിസ്മില്ല മുഴുവനായിട്ട് ഓതണം, പറയണം, എഴുതണം. മറ്റു സന്ദർഭങ്ങളില്ല, പള്ളിക്ക് കയറുമ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ മതിയാകും. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ മതിയാകും. അത് തഫ്സീറുകളിൽ ഹദീസുകൾ വിശദീകരിച്ചതാ. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എല്ലാ കാര്യത്തെയും ഫാത്തിഹയെ ചൂഷണം ചെയ്യുന്നവർ, യാസീൻ ചൂഷണം ചെയ്യുന്നവർ, മുൽക്ക് ചൂഷണം ചെയ്യുന്നവർ എന്നതുപോലെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിനെ ദീൻ പഠിപ്പിക്കാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരും ഇന്ന് കുറവല്ല. അവനവന്റെ ചാനലിൽ ആളുകൂടാൻ, അവനവന്റെ മാർക്കറ്റിംഗ് വിശാലമാകാൻ ഓരോരുത്തരും സ്വയം ബിസ്മി കൊണ്ട് മുതലാക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു 786 എന്ന നമ്പർ കിട്ടാൻ വേണ്ടി ലക്ഷങ്ങൾ കൊടുക്കുന്ന മനുഷ്യന്മാരുണ്ട്. കയ്യിൽ പൈസ ഉണ്ടായിക്കോട്ടെ, അതൊരു കാര്യത്തിന് ചെലവാക്കിക്കൂടെ? 786 എന്ന നമ്പറിന് ഒരു പ്രത്യേക നോട്ടമിട്ട, ഒരു പ്രത്യേക ബറക്കത്ത് നിശ്ചയിക്കുന്ന ഒരു സമ്പ്രദായം മുൻകാലത്തെ ഒരു ഇമാമിങ്ങളുടെയും കിതാബിലില്ല. അത് നമ്മളുണ്ടാക്കിയത്, ആ നമ്പർ നമ്മളുണ്ടാക്കിയ നമ്പറാ. ഇസ്ലാമിൽ പദങ്ങളാണ് ബിസ്മിക്ക്, നമ്പർ പറഞ്ഞിട്ടില്ല. അത് പഠിക്കുക. അത് കടയിലായാലും എവിടെയായാലും ആ നമ്പർ കെട്ടിത്തൂക്കിയാൽ ബിസ്മിക്ക് പകരമായി എന്ന തോന്നലേ നമുക്കുണ്ടാകാൻ പാടില്ല. വേറെ ചില ആളുകൾ പറയും, മരിച്ച ആളുകൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ, അതുകൊണ്ട് എല്ലാവരും കൂടി അവിടെ ചെന്നുകൊണ്ട് മരിച്ചയാൾക്ക് വേണ്ടി 10,000 ബിസ്മി ചൊല്ലിയിട്ട് ഹദിയ ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മരിച്ച വ്യക്തിക്ക് വേണ്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 10,000 തവണ എല്ലാവരും കൂടി ചൊല്ലിക്കൊടുക്കുകയാണ് അദ്ദേഹത്തിന് കൂലി കിട്ടാൻ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ അടിസ്ഥാനം നോക്കേണ്ടത്, ഇങ്ങനെയൊക്കെ സ്വഹാബമാർക്ക് നബിതങ്ങൾ വഹി കിട്ടിയ കാലഘട്ടത്തിൽ ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ചെയ്തു വല്ല മാതൃകയും നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ അത് ബിദ്അത്താണ്. വേറെ ചില മനുഷ്യന്മാർ എന്തെങ്കിലും ഒരു പ്രയാസം, മാനസിക വിഭ്രാന്തി, ഒരു പേടി, ഒരു ഉറക്കല്ലായ്മ, വിഷമം വന്നാൽ അവരുടെ കയ്യിലേക്ക് എത്തിയ അവർ നേരെ എന്തെങ്കിലും തകിട് എഴുതി കൊടുക്കും. ഉള്ളിലൊരു ബിസ്മി ഉണ്ടാകും, പുറത്തൊരു 786 ഉണ്ടാവും. ഈ സാധു ഇത് കൊണ്ടുപോയി കുഴിച്ചിടും. ചിലത് കഴിക്കാൻ പറയും, ചിലത് കുടിക്കാൻ പറയും. ഈ നിലക്ക് ബിസ്മിയെ ദുരുപയോഗം ചെയ്യുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് തിരിഞ്ഞു നടക്കേണ്ടതുണ്ട്. പാടില്ലാത്ത ഗൗരവമായ ബിദ്അത്തിന്റെ കൂട്ടത്തിൽ ഉലമാക്കന്മാർ എണ്ണി പറഞ്ഞത്. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയുടെ ആയത്തുകൾ, 1-ാമത്തെ ആയത്ത് തുടങ്ങുമ്പോൾ സാധാരണ സൂറത്തുകൾക്കില്ലാത്ത പോലെ തന്നെ ഇതിനെ ബിസ്മി ഓതേണ്ടതില്ല, മറ്റു സൂറത്തുകൾക്കൊക്കെ ബിസ്മി ഓതേണ്ടതുണ്ട് എന്ന് തിരിഞ്ഞ് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ബിസ്മി ഇത്രയും മഹത്തരമാണ് എങ്കിലും അത് ഇന്ന സ്ഥലത്ത് ഇത്ര തവണ ഇന്ന കാര്യത്തിന് ചൊല്ലുക എന്ന് പറയാൻ നമുക്ക് രേഖ വേണം, പ്രമാണം വേണം. എന്നാൽ നാട്ടിലെ ചാനലുകളും മുസ്ലിയാക്കന്മാരും നേതാക്കന്മാരും അണികളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക, 12,000 തവണ ഒരു വ്യക്തി ഇരുന്ന് ബിസ്മി ചൊല്ലിയാൽ അയാളുടെ എല്ലാ വിഷമങ്ങളും മാറും. 12,000 തവണ ഒരു വ്യക്തി ഇരുന്ന് ബിസ്മി ചൊല്ലണമെങ്കിൽ അയാൾക്ക് ഇനി ഇതിനേക്കാൾ വലിയ വിഷമം എന്താ ഇനി വരാനുള്ളത്? കാരണം അയാൾ മറ്റെല്ലാ വിഷമവും മറക്കും ഇത് കഴിയുമ്പോഴത്തേക്ക്. വല്ലാത്തൊരവസ്ഥയാണ് ഇതൊക്കെ ചൊല്ലു. ഞാൻ ആ ചാനലുകളൊക്കെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ 1000 കമന്റുകളാണ്. നമുക്ക് ഭയങ്കര ഗുണം കിട്ടി, ഇത് ചൊല്ലിയതിന് ശേഷം അത്ര കറാമത്തുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി സുഖിപ്പിക്കുന്നുണ്ട്. ആ ചാനലിന്റെ റീച്ച് ആണെങ്കിൽ 4,000, 5,000 ആളുകളൊക്കെ അതിന്റെ കേൾവിക്കാരായി മാറുന്നുണ്ട്. ഇതൊക്കെ അതേപടി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. ചിലർ എഴുതി വിട്ടിരിക്കുകയാണ്, അവരുടെ സ്റ്റാറ്റസുകളിൽ എഴുതി വെച്ചിരിക്കുക, 786 തവണ ആ ബിസ്മി എങ്ങാനും ഒരു വ്യക്തി ചൊല്ലിയ അവന്റെ ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. 786 തവണ വെറും ബിസ്മി മാത്രം ചൊല്ലിയിരിക്കുക. മറ്റൊരു റിപ്പോർട്ടിൽ കാണാണ് 186 തവണ ബിസ്മി ഓതിയിട്ട് വെള്ളത്തിൽ ഊതിയാൽ
എന്നിട്ട് ആ വെള്ളം കുടിച്ചാൽ ബുദ്ധിമാന്യം മാറിക്കിട്ടും, ഓർമ്മശക്തി കൂടും. ആരത് പറഞ്ഞു തരേണ്ടത്? ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആരാ നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത്? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പഠിപ്പിക്കാൻ വിട്ട വല്ല കാര്യമുണ്ടോ? നബി ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കാതെ പോയിട്ടുണ്ടോ? അവിടെയില്ലാത്തത് ഇവിടെ നമുക്കും എണ്ണം പറയാൻ, സമയം പറയാൻ, പോരിശ പറയാൻ അർഹതയില്ല. നമ്മളാരും മതമുണ്ടാക്കുന്നവരല്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ ഗുണങ്ങൾ ഏതൊരു കാര്യത്തെപ്പോലെയും അതിൻ്റെ ശ്രേഷ്ഠതകളും ഫضലുകളൊക്കെ മനസ്സിലാക്കുമ്പോഴും അവിടെ വരുന്ന അബദ്ധങ്ങളെ കൂടി തിരിച്ചറിഞ്ഞെങ്കിൽ നമുക്ക് നമ്മുടെ ഈമാനിനെ ഉറക്കാനും നമ്മുടെ കർമ്മങ്ങൾ പടച്ച റബ്ബ് സ്വീകരിക്കാനും ഒരു മാനദണ്ഡമായി പഠിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും ഇഖ്ലാസോടെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു ജീവിതത്തെ ചിട്ടയുള്ള നല്ല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ ശ്രമിക്കണേ എന്നൊരിക്കൽ കൂടെ എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് നമുക്കെല്ലാം ഉണ്ടാകുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, ഓതുന്ന ഏതൊരു വ്യക്തിക്കും വായിക്കാൻ കഴിയും. ഒരു അറിവുള്ള മനുഷ്യന് വലിയ സ്ഥാനമുണ്ട്. മതം പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന, പഠിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു മനുഷ്യനുമില്ലാത്ത പ്രത്യേകതയുണ്ട് എന്നത് ഖുർആനിൽ പോലും വിശദീകരിച്ചു. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാതിൻ. നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസം മുറുകെ പിടിക്കുന്നവർക്കും ഇൽമുള്ളവർക്കും അള്ളാന്റെ അടുത്ത് വലിയ ദറജാത്തുകളുണ്ട്. അള്ളാന്റെ ഖുർആനിലാണ് ആ സന്ദേശം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വഹീന്റെ സന്ദേശങ്ങളെല്ലാം കിട്ടുന്ന കാലത്ത് പറഞ്ഞു, അമ്പിയാക്കന്മാരും മരിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അനന്തര സ്വത്ത് ഇൽമാണ്, വേറൊന്നും കിട്ടൂല. അമ്പിയാക്കന്മാരുടെ കാലശേഷം നിങ്ങൾക്കുള്ള അനന്തര സ്വത്ത് ഇൽമാണ്. അത് പഠിപ്പിക്കുന്ന ആലിമാരാ. വ ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ. അമ്പിയാക്കന്മാര് അവരുടെ അനന്തരാവകാശികളായിട്ടുള്ളത് ഉലമാക്കന്മാരാണ്. സമൂഹത്തിൽ നന്മ പറഞ്ഞു കൊടുക്കുക, സമൂഹത്തിൽ കാണുന്ന തിന്മയെ തടുക്കുക. ആ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിക്ക് എന്തായിരിക്കും കൂലി? ഒരു 10 കുട്ടികളെ പഠിപ്പിച്ചാൽ, ഒരു മഹല്ലിനെ പഠിപ്പിച്ചാൽ, മൻ ദല്ല അലാ ഖൈർ, ആരെങ്കിലും ഒരു നന്മ പറഞ്ഞു കൊടുത്താൽ, ഫലഹു അജ്റുൻ മിസ്ലു അജ്രി ഫാഇലിഹി, അത് ചെയ്യുന്ന വ്യക്തിക്കുള്ള പ്രതിഫലം പോലെ അത് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിക്കുമുണ്ട്. ഒരാൾക്കൊരു നല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ മതി, അയാളത് ചെയ്യണതിന്റെ ഒക്കെ കൂലി കിട്ടുക. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ശ്രേഷ്ഠമായി പഠിപ്പിച്ചത് ഇൽമു പഠിപ്പിക്കുന്നതിന്റെ മഹത്വം പറയാണ്. ഇന്നല്ലാഹ വ മലായികതു, അല്ലാഹു അനുഗ്രഹിക്കും, മലായികത്തുകൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. വഅഹ്ലുസ് സമാവാതി വൽ അർളീന, ഭൂമിയിലും ആകാശത്തിലുമുള്ളവരെല്ലാം അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഹത്തൻ നംലത ഫീ ജുഹരിഹാ, മാളത്തിൽ കഴിയുന്ന ഉറുമ്പുകൾ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വഹത്തൽ ഹൂത, മത്സ്യങ്ങൾ, സമുദ്രത്തിലൂടെ നീന്തിക്കടിക്കുന്ന മത്സ്യങ്ങൾ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ലയുസല്ലൂന അലാ മുഅല്ലിമൻ നാസിൽ ഖൈർ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്ന, ഇൽമു പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി. ഈ പ്രത്യേകത വേറെ ആർക്കാ പറഞ്ഞിട്ടുള്ളത്? ഇത്ര സവിശേഷത വേറെ ഏത് വ്യക്തിക്കാണ് ഇസ്ലാമിൽ, എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? മുഅല്ലിമൻ നാസ്, അധ്യാപകർ, ഉസ്താദുമാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ ഒരു ശ്രേഷ്ഠതയായി ഇസ്ലാം പഠിപ്പിക്കുക. ഈ ജോലിയുമായി ഏറ്റെടുത്തു പോകുന്ന മഹാഭൂരിഭാഗം മനുഷ്യരുടെയും നിങ്ങൾ ശമ്പളത്തെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വളരെ കുറഞ്ഞ ശമ്പളം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്.
വലിയ കുടുംബ ഭാരത്യമുള്ള ആളുകളാണെങ്കിൽ പോലും ചെറിയ ആ കിട്ടുന്ന തുച്ഛമായ ശമ്പളം, സ്വാഭാവികമായും അവർക്ക് ശമ്പളം തികയാതെ വരുമ്പോൾ മറ്റു വഴികൾ അന്വേഷിക്കേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് മരിച്ചയിടത്ത് ഓതിയാലും വേണ്ടില്ല, കത്തപ്പുര കെട്ടിയാലും വേണ്ടില്ല, സിയാറത്ത് ടൂർ കൊണ്ടുപോയാലും വേണ്ടില്ല, കുടുംബം ജീവിച്ചു പോണ്ടേ. സത്യത്തിൽ ഒരു മഹലിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അടിസ്ഥാന ശമ്പളം അവർക്ക് നൽകി അവരുടെ സാമ്പത്തികമായ അഭിവൃദ്ധിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. അവരുടെ ജോലി ലീവില്ലാത്ത ജോലിയാണ്. പള്ളിത്തെ ബാങ്കിന് ലീവുണ്ടോ? വെള്ളിയാഴ്ചക്ക് ലീവുണ്ടോ? ലീവില്ലാത്ത ജോലിയാണ് അവർ ഏറ്റെടുക്കുന്നത്. സുഹൃത്തുക്കളെ, ആ ജോലിയെയും ആ ഒരു സംവിധാനത്തെയും നമ്മളെങ്ങാനും അടച്ചുപൂട്ടാൻ ശ്രമിച്ചാൽ നമ്മുടെ ഇസ്ലാമാകുന്ന ഈ അനന്തരാസത്തിന്റെ ആ ഇൽമിന്റെ പ്രകാശം ഈ നാട്ടിൽ ഇല്ലാതെ പോകും. മറ്റു വഴികൾ തേടിക്കഴിഞ്ഞാൽ അവരുടെ ജോലിയിൽ ഉണ്ടാകുന്ന വലിയ പ്രത്യാഘാതങ്ങൾ വരും. ഏത് സമയവും ഒരു മുഅല്ലിമിന്, ഒരു ഉസ്താദിനെ മഹലിൽ നിന്ന് പുറത്താക്കും. ഏത് നിമിഷവും അടുത്ത സെക്കൻഡിൽ ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി, ഒന്ന് ചോദ്യം പോലും ചോദിക്കില്ല, സത്യം പോലും അന്വേഷിക്കില്ല, ആരും സപ്പോർട്ട് ചെയ്യാൻ പോലും ഉണ്ടാകില്ല. ഒരു കുട്ടി പരാതി പറഞ്ഞാൽ മതി, ഒരു രക്ഷിതാവ് ഒന്ന് ദേഷ്യം പിടിച്ചാൽ മതി, അടുത്ത നിമിഷം അയാൾ ഔട്ടാണ്. പെൻഷനും ഇല്ല, ടെൻഷൻ മാത്രം കൊടുക്കുന്ന ഈ ഉസ്താദുമാരെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കൊക്കെ കേൾക്കാൻ വാർത്തകൾ കിട്ടിയാൽ മതി. നമുക്കൊക്കെ എന്തെങ്കിലും നല്ല രണ്ട് ഉസ്താദുമാരെങ്ങനെ പുളിച്ചടിക്കുന്ന, തല്ലിക്കൊല്ലുന്ന രംഗം കാണുമ്പോൾ നമുക്കൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല. സുഹൃത്തുക്കളെ, ലോൺ എടുത്ത് തന്റെ ലോൺ അടക്കാൻ പറ്റാതെ പോയ, ആത്മഹത്യ ചെയ്ത ഉസ്താദിന്റെ കഥകൾ നമ്മൾ ഒരിക്കലും ലോണിനെ സപ്പോർട്ട് ചെയ്യുകയല്ല. ഒരു അധ്യാപകൻ, ഒരു ഉസ്താദിന്, ഒരു മഹലിൽ ഇത്തരം ഒരവസ്ഥ വന്നല്ലോ എന്ന് കേരളക്കാരായ ഞാനും നിങ്ങൾ ആലോചിച്ച് നോക്കി. പള്ളികൾക്ക് 45 കോടി 50 കോടി, പള്ളിന്റെ മതിലിന് ലക്ഷക്കണക്കിന്, അവിടുത്തെ ഇന്റർലോക്കിന് 10,000, അവിടെ എന്തെല്ലാം, ഒരു മെമ്പറിനും അതല്ലെങ്കിൽ അതിന്റെ സൗദങ്ങൾക്കും എത്ര പണം കൊടുത്ത് ചെലവാക്കുന്നത്. അവിടെ ജോലി ചെയ്യുന്ന മനുഷ്യന് ഒരു ആവശ്യമായ അർഹമായ ഒരു പരിഗണന ലഭിക്കാതെ പോകുന്നുണ്ടെങ്കിൽ, ഞാൻ ആ ഒരു കേസ് വെച്ച് പറയല്ല, എത്രയോ അധ്യാപകരുടെ കഥകൾ കേൾക്കാറുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് പറയാ, നമ്മൾ ഓരോ മഹല്ലുകാരും ഉണരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആൾക്കൂട്ട തല്ലിക്കൊല്ലകൾ, ആൾക്കൂട്ട മർദ്ദനങ്ങൾ ഉസ്താദുമാരുടെ മേലേക്കും വന്നു കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്, അവർ ഒരിക്കലും ആത്മാർത്ഥമായി ഇനി ജോലി ചെയ്യൂല. അയാൾ വേണ്ട ഒരു പഠിക്കട്ടെ, വേണ്ട കുട്ടികൾ വേണമെങ്കിൽ ഓതിക്കോട്ടെ, ഞാൻ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കുന്നത്, എനിക്ക് തല്ല് കിട്ടാനാവില്ല, അതുകൊണ്ട് ദേഷ്യപ്പെടൂല, കുട്ടികളെ തല്ലാൻ ശ്രമിക്കൂല, കുട്ടികളെ ഒന്ന് ശകാരിക്കാൻ ശ്രമിക്കൂല. പോക്സോ എന്ന പേടി ഇന്ന് എല്ലാവർക്കുമുണ്ട്. സംസാരിക്കുന്ന ഞാനും ഒരു വർഗബോധമുള്ള അധ്യാപകൻ എന്ന നിലക്ക് നമുക്ക് പോലും കുട്ടികളുടെ ഇടയിൽ ഇറങ്ങി ഒരു കാര്യം ദേഷ്യത്തോടെ പറയാൻ പേടിയുള്ള ഒരു കാലഘട്ടമാണ്. പോക്സോ എന്നത് മാരകമായ അപകടം. സ്വന്തം ഭാര്യ, സ്വന്തം കുടുംബങ്ങൾ ജയിലിൽ വന്ന് നമ്മളെ കാണേണ്ടുന്ന ദുരവസ്ഥ ഓരോ നിമിഷവും പേടിച്ചാണ് ഓരോ മദ്രസ ഉസ്താദുമാരും അവിടെ ജോലിക്ക് കയറുന്നത്. ഏത് നിമിഷവും അയാൾ പോകേണ്ടി വരും. ഈ പറയുന്ന ഓരോ അധ്യാപകരും കമ്മിറ്റിക്കാരും ആ മനുഷ്യൻക്കെതിരാകും. അയാളുടെ കാര്യങ്ങൾ അന്വേഷിക്കില്ല, സത്യമാണോ എന്ന് ചോദിക്കില്ല. ഒരു കുട്ടിയുടെ ഒരൊറ്റ മൊഴി കിട്ടിയാൽ ഇന്നാൾ ജയിലിലാണ്. വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുക. വാർത്തകൾ പരക്കും, മീഡിയകൾക്ക് വാർത്ത കിട്ടും, സത്യം പുറത്തു വരുമ്പോഴത്തേക്ക് 5-6 മാസം കഴിയും. പിന്നെ അയാൾ ഏത് മഹലിലാണ് ജോലിക്കെടുക്കുക? ശരിയായ രൂപത്തിൽ നമ്മൾ ഒന്ന് തിരിച്ചറിയുക. കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാ മനുഷ്യ സന്താനങ്ങൾക്കും തെറ്റുപറ്റും. അവർ മനുഷ്യരാണ്. മനുഷ്യനാണോ തെറ്റു സംഭവിക്കും. തിരുത്താനും നന്നാവാനും തൗബ ചെയ്യാനും പശ്ചാത്തപിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും പൊറുക്കാനും പറ്റുന്നവരായി മനുഷ്യരെ നമുക്ക് കഴിയണം. വേണ്ട രൂപത്തിൽ ഞാൻ ഈ പറഞ്ഞു വന്നത് ഏതെങ്കിലും നിലക്കുള്ള അധ്യാപകരെയും ഉസ്താദുമാരെയും ചീത്ത പേരുണ്ടാക്കാൻ, അവരുടെ ആ സ്വത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് അവരെ വിടാം. എന്നാൽ മഹാഭൂരിഭാഗം വരുന്ന 95% വരുന്ന മാന്യമായ സേവനം ചെയ്യുന്ന മനുഷ്യരെ കൂടി ഒരു പ്രതികളാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കാൻ നമ്മുടെ ഓരോ പ്രദേശങ്ങളിലും മഹല്ലുകളും ജനങ്ങളും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനി വരാതിരിക്കാൻ ഒരു മുൻകരുതലുകൾ ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയിലും നമുക്ക് പടച്ചറബ് ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീന് ഈ ലോകത്ത് നിലനിൽക്കുന്നത് പണ്ഡിതന്മാരിലൂടെയാണ്. പണ്ഡിതന്മാരുടെ വിയോഗം ലോകത്തെ ഇൽമിൻ്റെ തകർച്ചയാണ് എന്ന തിരിച്ചറിവുണ്ടാവണം. അല്ലാഹു നമ്മുടെ പണ്ഡിതന്മാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു ആശ്വാസം
നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമുക്കെല്ലാം സുരക്ഷിതത്വം നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ നല്ല മുറാദുകൾ നീ ഹാസിലാക്കി തരണമേ. മരണപ്പെട്ടു പോയവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. രോഗികൾക്ക് ശിഫ നൽകണമേ. പൂർണ്ണമായ ശിഫാഉൻ ആജില നീ നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സമാധാനകരമായ സുഖകരമായ ആഫിയത്തുള്ള ജീവിതം നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ മക്കൾ ഇണകൾ അവരിലൂടെ കൺകുളിർമയുള്ള സമാധാന ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. അള്ളാഹുവേ, എല്ലാ നിലക്കുമുള്ള തകർച്ചകളിൽ നിന്ന് രക്ഷപ്പെട്ട് സുരക്ഷിതമായി ബറക്കത്തുള്ള ജീവിതം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ റബ്ബനാ തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.